നമസ്കാരം. 2028 നടക്കുന്ന ലോസ് ഏഞ്ചലസ് ഒളിമ്പിക്സിൽ ട്രാൻസ്ജെൻഡറുകളെ പൂർണ്ണമായും ഒഴിവാക്കാൻ നീക്കം നടത്തുന്നതായി വാർത്ത. 2024 നടന്ന പാരീസ് ഒളിമ്പിക്സിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിവാദം ഉയർന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ളൊരു നീക്കം ഇപ്പോൾ അന്താരാഷ്ട്ര ഒളിമ്പിക് അസോസിയേഷൻ നടത്തുന്നത് എന്നാണ് പറയപ്പെടുന്നത്. കഴിഞ്ഞ വർഷം ബോക്സിംഗ് ഇനത്തിലായിരുന്നു വിവാദമുണ്ടായത്. അൾജീരിയയുടെ ഇമാൻ ഖലീഫ് വനിതകളുടെ വിഭാഗത്തിൽ ബോക്സിങ്ങിൽ മത്സരിച്ചിരുന്നു. പക്ഷേ ഇവരുടെ ശരീരത്തിൽ പുരുഷ ക്രോമസോമുകളുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു എന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരെ സ്ത്രീകളുടെ ഇനത്തിൽ പങ്കെടുപ്പിക്കാൻ കഴിയുകയില്ല എന്നുള്ളൊരു വാദം അന്ന് ഉയർന്നിരുന്നു. കൂടാതെ ഇവരുടെ പാസ്പോർട്ടിൽ സ്ത്രീ എന്നാണ് അടയാളപ്പെടുത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര ഒളിമ്പിക് അസോസിയേഷൻ ഇവരെ മത്സരത്തിൽ പങ്കെടുക്കാൻ അനുവദിച്ചിരുന്നു. ഒളിമ്പിക്സ് വേദിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനും അവർക്ക് കഴിഞ്ഞിരുന്നു. പക്ഷേ ഇവർ പങ്കെടുത്തതിനെ ചൊല്ലി വലിയ തോതിലുള്ള വിവാദങ്ങൾ അന്ന് ഉയർന്നിരുന്നു. ഒരുപക്ഷെ ഇതുകൊണ്ട് കൂടിയായിരിക്കാം ലോസ് ഏഞ്ചലസ് ഒളിമ്പിക്സിൽ ട്രാൻസ്ജെൻഡറുകളെ പങ്കെടുപ്പിക്കേണ്ടതില്ല എന്നുള്ള നീക്കത്തിലേക്ക് ഒളിമ്പിക് അസോസിയേഷൻ പോകുന്നതാണ് കരുതപ്പെടുന്നത്. മാത്രവുമല്ല, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് അദ്ദേഹം ട്രാൻസ്ജെൻഡറുകളെ അംഗീകരിക്കുന്ന ഒരാളല്ല. ട്രാൻസ്ജെൻഡറുകളെ ഇത്തരം മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിൽ നിന്നും വിലക്കിക്കൊണ്ടുള്ള ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ട്രംപ് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. അമേരിക്കയിൽ വെച്ച് നടക്കുന്ന ഒളിമ്പിക്സിൽ ഇത്തരത്തിൽ ട്രാൻസ്ജെൻഡറുകളെ പങ്കെടുപ്പിക്കാം എന്ന് കരുതിയാൽ അത് ട്രംപ് എതിർക്കുമെന്നുള്ള ഉറപ്പാണ്. വെറുതെ ട്രംപിൻ്റെ വിരോധം വാങ്ങി വയ്ക്കേണ്ട എന്നുള്ള ഒരു ചിന്തയായിരിക്കാം ഒളിമ്പിക് അസോസിയേഷൻ ഇത്തരത്തിലുള്ള ഒരു അടിയന്തര തീരുമാനത്തിലേക്ക് നയിച്ചതെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ IOAയുടെ, അതായത് ഇൻ്റർനാഷണൽ ഒളിമ്പിക് അസോസിയേഷൻ്റെ ഓഫീസ് ഇപ്പോഴും വ്യക്തമാക്കുന്നത് ഇത്തരത്തിലുള്ള തീരുമാനം തങ്ങൾ എടുത്തിട്ടില്ല എന്നാണ്. എന്നാൽ അനൗദ്യോഗികമായി ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ലഭിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇതിനുള്ള നീക്കങ്ങൾ നടക്കുക തന്നെയാണ്. ഇതിനുള്ള ചർച്ചകളും മറ്റും പുരോഗമിക്കുന്നുണ്ട്. കൂടാതെ അടുത്ത ഫെബ്രുവരിയിൽ നടക്കുന്ന വിൻ്റർ ഒളിമ്പിക്സിൽ ഇവർക്ക് വിലക്ക് ഏർപ്പെടുത്താനും നീക്കമുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ അത്ര എളുപ്പമായിരിക്കില്ല എന്നാണ് പറയപ്പെടുന്നത്. കാരണം 6 മാസം മുതൽ 1 വർഷം വരെ സമയമെടുത്ത് മാത്രമേ ഇത്തരത്തിലുള്ള ഒരു നിയമ ഭേദഗതി കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ ഒളിമ്പിക് അസോസിയേഷൻ്റെ നിയമാവലി അനുസരിച്ച്. അതുകൊണ്ട് തന്നെ വിൻ്റർ ഒളിമ്പിക്സിൽ ഇവർക്ക് വിലക്ക് ഏർപ്പെടുത്താൻ കഴിയുകയില്ല. പക്ഷേ 2028 ഇനി 3 വർഷത്തിന് ശേഷം നടക്കുന്ന ഒളിമ്പിക്സിൽ ഇക്കാര്യം കൃത്യമായി തന്നെ നടപ്പിലാക്കാൻ കഴിയും എന്നാണ് ഒളിമ്പിക് അസോസിയേഷൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്തരത്തിലുള്ളൊരു നീക്കം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത മാസം, അതായത് ഡിസംബറിൽ, ഇൻ്റർനാഷണൽ ഒളിമ്പിക് അസോസിയേഷൻ്റെ ഒരു സുപ്രധാന യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ പുതിയ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഈ ഒരു കാര്യം ഉന്നയിക്കും എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ മാറിയ ലോകക്രമത്തിൻ്റെയൊക്കെ തന്നെ പശ്ചാത്തലത്തിൽ വലിയ തോതിലുള്ള എതിർപ്പ് ഇതിനെതിരെ ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. ട്രംപ് എതിർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒളിമ്പിക് അസോസിയേഷൻ അവരെ മാറ്റി നിർത്തേണ്ട കാര്യമില്ല എന്നാണ് ഒരു വലിയ വിഭാഗം വാദിക്കുന്നത്. മാത്രമല്ല, ട്രാൻസ്ജെൻഡറുകൾക്ക് ഇപ്പോൾ ലോകത്തെ എല്ലാ സ്ഥലങ്ങളിലും അവർക്ക് പ്രത്യേക പ്രിവിലേജ് അനുവദിച്ചിട്ടുണ്ട്, പ്രത്യേക അവകാശങ്ങളുണ്ട്. അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിട്ടും അവരെ ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ കഴിയുകയില്ല എന്ന് ഒളിമ്പിക് അസോസിയേഷൻ തീരുമാനമെടുക്കുകയാണെങ്കിൽ അതിനെ കോടതിയിൽ ചോദ്യം ചെയ്യാൻ പോലും ആളുകൾ തയ്യാറാകും എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. അതിൽ ഇക്കാര്യത്തിൽ പരസ്യപ്രഖ്യാപനം ഇനി ഒളിമ്പിക് അസോസിയേഷൻ നടത്തിയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഇത് നടക്കുമോ എന്നുള്ള കാര്യം ഉറപ്പില്ല. പക്ഷേ 2028 അമേരിക്കയിൽ വെച്ചാണ് നടക്കുന്നത് എങ്കിൽ ട്രാൻസ്ജെൻഡറുകൾ പങ്കെടുപ്പിക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു കാരണവശാലും അനുവദിക്കുകയില്ല എന്നും അന്ന് ഇത് വലിയ തോതിലുള്ള ഏറ്റുമുട്ടലിലേക്ക് എത്തിക്കും എന്നുമാണ് ഒളിമ്പിക് അസോസിയേഷൻ്റെ ഭാരവാഹികൾ ഇപ്പോൾ ഭയപ്പെടുന്നത്.